ഞാൻ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ കാണിക്കാം, അവരാരാന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഇത് മറ്റേ പുള്ളിയല്ലയോ, മറ്റേ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി? എനിക്കറിയാം. പുള്ളിയെ കുറിച്ച് രണ്ടു വാക്ക്. ഇല്ല, രാഷ്ട്രീയം നമ്മൾ പറയാറില്ല. ഞാനോ? പക്ഷെ നല്ല മനുഷ്യനാട്ടോ. ആരാണിത്? അടി ഇതിന്റെ ആദ്യത്തെ പേര്. പക്ഷെ ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടാറുണ്ട്. അങ്ങനെ വഴിക്കുവാന്ന്. ആ രശ്മിതാർ, അത് തന്നെ. ക്രോമിൻ തപ്പിയപ്പോ കിട്ടിയതാ. പേരൊക്കെ നോക്കാൻ എവിടെ സമയം. ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇഷ്ടാണെന്ന് പറയണം. ബോയിനെ വിളിച്ചിട്ട് ബോയിനെ തന്നെ ഇഷ്ടാന്ന് പറയണേ. ഓനിനി എന്ത് പറയുന്നെന്ന് കേക്കാമല്ലോ. എന്തൊക്കെ വിളിക്കുമെന്തോ. എടാ ഞാനേ വിളിച്ചതേ, എടാ മറ്റേ പയ്യൻ സെറ്റായടാ. അതല്ല എന്റെ സിറ്റുവേഷൻ, ഞാൻ തന്നേക്കുന്ന സിറ്റുവേഷൻ അതാ. സിനിമയിൽ അഭിനയിച്ചു, അത് കട്ടായി പോയി. അപ്പൊ അതിനെ കുറിച്ച് ഒരാളോട് പറയാണ് ഭയങ്കര സങ്കടത്തോടെ. പറഞ്ഞോട് ഈ സീനൊന്ന് മാറ്റിപ്പിടിയാലും പീഡനം അങ്ങനെയുള്ള എന്തിനൊക്കെ തരാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ അഭിനയിച്ച് മരിച്ചത്. ഏത് ബേസിട്ടാണ് പല്ലിയേക്കണത്? പല്ല് പത്ത പണിയിലുണ്ടല്ലോ. ഞാൻ ഒരു ഇൻഫ്ലുവൻസറാണ്. എനിക്ക് കുട്ടിയെ മാരേജ് ചെയ്താൽ താല്പര്യമുണ്ട്, മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാനൊന്ന് പ്രപ്പോസ് ചെയ്താൽ എന്തായിരിക്കും കുട്ടിയുടെ അഭിപ്രായം? എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ, ഇത്രയൊക്കെ നിങ്ങളെ തിരിപ്പിച്ചില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ടാസ്ക് സെഗ്മെന്റ് ആണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ കാണിക്കാം, അവരാരാന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇത് ഞാൻ ചെയ്തിട്ടുള്ള ടാസ്ക് ആണ്. ആണോ? ഇപ്പൊ കാണിച്ചു തരാവേ. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, ഇത് മറ്റേ വൈലോപ്പള്ളി അല്ല, ONV കുറുപ്പാ? ഒരെണ്ണത്തിൽ ഉറപ്പിക്ക്. ഇത് ONV കുറുപ്പാ. ഉറപ്പിച്ചാ? ശരിക്കും അല്ല. അല്ലയോ? ഏതോ ഒരു എഴുത്തുകാരനാന്ന് മനസ്സിലായി. ഞാൻ തെറ്റിയിട്ടുണ്ട്. പണിഷ്മെന്റ് ഉണ്ട്. അതിപ്പോ തരണോ അതോ മൊത്തം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട്? അല്ല, പണിഷ്മെന്റ് ലാസ്റ്റ് തരാം കേട്ടോ. എനിക്ക് നല്ല പരിചയമുള്ള മുഖം, പക്ഷെ പേര് പെട്ടെന്ന് വരുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. അറിയത്തില്ലല്ലോ. തെറ്റിദ്ധരിക്കല്ലേ? MT വാസുദേവൻ നായർ. ആ അതന്നെ, MT. ആ ദ്രൗപദി മുർമു. യോ കറക്റ്റ്. എനിക്കറിയാം. അറിയാലേ? അതൊക്കെ എനിക്കറിയാം. ഇത് നെൽസൺ മണ്ടേലല്ലേ? ഏതായി അപ്പൂപ്പൻ? ആരാണിത്? ഞാൻ പറഞ്ഞില്ല. കവിയാണോ? അല്ല, എഴുതിയിട്ടുണ്ട്. ആ അങ്ങനാണെങ്കിൽ അയ്യോ എനിക്ക് അറിയായിരുന്നു. ഒരു പേരിന്റെ ആദ്യം ഒരു ക്ലൂ തരുമോ? ഇല്ല. തുഞ്ചത്ത് രാമാനുജൻ ക്ലൂ ഇല്ലാത്തോണ്ട. ദേശീയ ഗാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആണെന്നോ അത്? ടാഗോറിന്റെ പടം ഇങ്ങനത്തെ പടമല്ല ഞാൻ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാ തെറ്റിയാട്ടോ. ആദ്യം ആരനെ പറഞ്ഞു? തുഞ്ചത്തെഴുത്തച്ഛന. ടാഗോർ. പിന്നെ ടാഗോറിനെ അറിയാത്ത ആരാ ഉള്ളത്? അല്ലയോ, പടം അങ്ങനത്തെ ആയോണ്ടാ. ഞാൻ വേറൊരു ഫേസിലാണ് കണ്ടിട്ടുള്ളത്. ഇത് മറ്റേ പുള്ളിയല്ലയോ, മറ്റേ വിദ്യാഭ്യാസ മന്ത്രി? അയ്യോ, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തോ ആദ്യം പറഞ്ഞു തരൂ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ക്ലൂ എങ്കിലും തരാമല്ലോ. കുട്ടിയിലുണ്ട്. ശിവൻകുട്ടി? എനിക്കറിയാം. ഓക്കേ, അടിപൊളിയല്ലേ പുള്ളി? അതെ. പുള്ളിയെ കുറിച്ച് രണ്ടു വാക്ക്. പുള്ളിയെ കുറിച്ച് രണ്ടു വാക്ക്. ഇല്ല, രാഷ്ട്രീയം നമ്മൾ പറയാറില്ല. ഞാനോ? പക്ഷെ നല്ല മനുഷ്യനാട്ടോ, ജെന്യുവിനായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാ. സുനിതാവില്ല. ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല. സ്പോർട്സ് റിലേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അറിയത്തില്ല, പേരെനിക്ക് അറിയത്തില്ല. അഞ്ജു ജോർജ്. അഞ്ജു ജോർജ് അറിയോ? മലയാളി. സിമ്പിൾ ആയിട്ടുള്ള ചോദിക്ക്. ഏതായി അപ്പൂപ്പൻ? അയ്യങ്കാളി. അയ്യങ്കാളിയോ? തലപ്പാവൊക്കെ ഉണ്ട്. തലപ്പാവുള്ള എല്ലാവരും അയ്യങ്കാളിയോ? എനിക്കറിയാവുന്ന തലപ്പാവുള്ള അയ്യങ്കാളി മാത്രം. ഇത് മറ്റേ രാജാ രവിവർമ്മ. ശരിക്കും ഉറപ്പിച്ച? ആണ്. കറക്റ്റ് ആൻസർ.
എനിക്കറിയത്തില്ല, ഞാൻ ഇതൊക്കെ ചുമ്മാ ഇടുന്നു. അടുത്ത ആളെ ഞാൻ കാണിച്ചുതരാം. ഇതേതാ ഈ മന്ദാകിനി? മന്ദാകിനിയോ? മന്ദാകിനി അല്ലേ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് മന്ദാകിനിയല്ല. അറിയത്തില്ലടാ. ഇൻസ്റ്റഗ്രാം ഞാൻ ഇൻസ്റ്റ കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ പേര് ഞാൻ ഓർക്കേണ്ടതാണ്. പക്ഷെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ റീസെന്റ് നീലക്കുയിലിനകത്ത് ഞാൻ കുറെ തവണ കണ്ടിട്ടുണ്ട്. ആണല്ലേ? പേര് പറയട്ടെ, തുമ്പി. സിമ്പിൾ പേര്, തുമ്പി. അതെ, അത് തുമ്പിയായിട്ട്. പിന്നെ അടുത്ത ആളെ കാണിച്ചുതരാം, അറിയാമായിരിക്കും. രേഷ്മ. രേഷ്മ എന്ന കണ്ടല്ലേ ഇതിന്റെ പേര്? രേഷ്മ. രേഷ്മ? ലക്ഷ്മി. ലക്ഷ്മി. ലക്ഷ്മി ഒന്നുമല്ല. ശ്രീലക്ഷ്മിയാ, വിജയലക്ഷ്മിയാ? അയ്യോ, അറിയാത്ത പോലെ അഭിനയിക്കുന്നു. അടി ഇതിന്റെ ആദ്യത്തെ പേര്. പക്ഷെ ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ വഴിക്കുവാന്ന്. ഇവരുടെ പേരെന്തായിരുന്നു? ലക്ഷ്മി. രശ്മി നായർ. രശ്മി നായർ, അത് തന്നെ. എന്താ ലക്ഷ്മി എന്ന് പറഞ്ഞില്ലേ? ലക്ഷ്മി അല്ല, പേരൊക്കെ നോക്കാൻ എവിടെ സമയം? സത്യമായിട്ടും പിന്നെ എന്ത് നോക്കാനാ സമയം? ആവശ്യമില്ല, അത് ചോദിച്ചു. ഞാൻ രണ്ടുപേരും പോടുന്നു. സത്യം പറഞ്ഞു, എന്താ നോക്കിക്കൊണ്ടിരുന്നേ? ഞാനൊന്നും നോക്കിയിട്ടില്ല. അന്ന് ഇവിടെ പറയാൻ കൊള്ളില്ല. അവളെ മാത്രം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച്, പേരറിയാതെ വീഡിയോ കാണുന്നേ. ക്രോമിൻ തപ്പിയപ്പോ കിട്ടിയതാ. തപ്പല് കുറച്ച് കൂടുന്നുണ്ട്. നമ്മള് തപ്പി തപ്പി ജീവിക്കുന്നവരല്ലയോ തപ്പല് മുതലാളി. ഇനി ഇതിന്റെ പണിഷ്മെന്റ് തരട്ടെ. ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇഷ്ടാണെന്ന് പറയണം. ബോയിനെ വിളിച്ചിട്ട് ബോയിനെ തന്നെ ഇഷ്ടാന്ന് പറയണേ. അവനെ തന്നെ ഇഷ്ടാന്നുള്ള എന്ത് പറയുന്നെന്ന് കേക്കാവല്ലോ. തന്തയ്ക്ക് വിളിക്കോ എന്തോ. അല്ല, വേറെ വല്ല കൂട്ടുകാരുടെ പേരും പറഞ്ഞാൽ മതി. എന്നിട്ട് വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് ചോദിക്കും. ആരെ വിളിക്കുന്നോന്ന് കൺഫ്യൂഷനാ. എനിക്കറിയില്ലല്ലോ ഫ്രണ്ട്സിനെ. എന്തോരും ചോദിക്കണ്ടേ? ഒരു കൂട്ടുകാരന്റെ പേര് പറയാ, അവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നീ എങ്ങനെയും വീട്ടിൽ പറഞ്ഞ് സെറ്റ് ആക്കി തരണം. ലെബനൻസ് അല്ലല്ലോ, മറ്റേ ഗേ കപ്പിൾ അല്ലേ? പറ്റിയ ഒരാളുണ്ട്, അവനെ വിളിക്കാം. ലൗഡ് സ്പീക്കർ ഉണ്ടല്ലേ? മുതലാളി എവിടാണ്? ഓക്കേടാ, ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചേടാ. മറ്റേ ഞാന് ആടാ, നിനക്ക് എങ്ങനെ മനസ്സിലായി? വിളിക്കല്ലേ എടാ, ഞാനേ വിളിച്ചതേ എടാ, മറ്റേ പയ്യൻ സെറ്റായടാ. ഒരു പയ്യനുണ്ടടാ, അവൻ സെറ്റായി. ആടാ, അവനോട് എങ്ങനെയും ഒന്ന് കല്യാണം കഴിക്കാൻ പറയണം. അല്ല, അവനെ എനിക്കത് കല്യാണം കഴിക്കണം. എടാ, കല്യാണം കഴിക്കണോടാ പൊട്ടാ, നിനക്ക് പറഞ്ഞു മനസ്സിലായ? അവനെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. അവനെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. ഞാൻ പറയുന്ന കിട്ടിയോ? അത് നീ ഒന്ന് കൂടെ നിൽക്കുവോ? ജീവിതം അല്ലേ മുത്തേ, എത്ര നാളെന്ന് പറഞ്ഞാ സിംഗിളായിട്ട് ജീവിക്കുന്നേ. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം, ഇപ്പം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അതോ നീ കഴിപ്പിക്കത്തില്ലയോന്ന് പറ. ഞാൻ അങ്ങോട്ട് വരട്ടെ, വന്നിട്ട് പറയാം. മതിയോ? ഓക്കേടാ, ശരി. ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുവായിരുന്നു, നീ ബുദ്ധിപരമായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. താങ്ക് യു വെരി മച്ച്. പിള്ളേരില്ല. എന്റെ മനസ്സറിയാവുന്ന ഒരുത്തരാ. ശരിയാക്കാം. ഇങ്ങനെ ഇടയ്ക്ക് പ്രാങ്ക് ചെയ്യാറുണ്ടോ? ഇവനെ പ്രാങ്കാൻ പറ്റൂല. ഇവനാണ് ആക്ച്വലി, ഞാൻ എവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാലും അത് അടി മേടിച്ചിട്ട് വരുവാണെങ്കിൽ ഞാൻ ഇവനെ വിളിക്കേണ്ട കാര്യമില്ല. ഇവൻ പോയി അടിച്ചിട്ട് അവിടെ നിന്നിട്ട് പ്രശ്നമല്ല സോൾവ് ആക്കിയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, എന്താ പറ്റിയടാ? ഞാൻ അവിടെ പോയായിരുന്നു കേട്ടാ. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ പോയി അടി പൊട്ടിച്ചിട്ട് വന്നതായിരിക്കും. ഇവൻ കല്യാണം കഴിച്ചു പോയി. ഇപ്പൊ എവിടെ വിളിച്ചാലും വരൂല, എന്നെ കാണാനേ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പ്രശ്നത്തിൽ പോവാറില്ല. ഇനി അടുത്ത പണിഷ്മെന്റ് തരട്ടെ. യെസ്, ഈ പണിഷ്മെന്റ് എനിക്ക് ഇഷ്ടമായി. ആണോ? കുറച്ചൊക്കെ പ്രതീക്ഷിക്കായിരുന്നു, നല്ല തെറിവിളിയൊക്കെ കിട്ടിയത്. അതെ, ഫ്യൂച്ചർ വൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഹിന്ദിയിൽ പറയാമോ? ഹിന്ദിയിൽ? യെസ്.
लोगों अല്ല वो साथियों हमारा बीबी एक सुंदर लड़की है अല്ല हो हा हाय हो ഹം അങ്ങനെയാണെങ്കിൽ സാധനം ഇതിന്റെ കൂടെ ചേർക്കണം എന്നാലും സെറ്റ് ആവത്തുള്ളൂ. അതെനിക്കറിയില്ലല്ലോ. ഇല്ലല്ലോ. പറ, ചുമ്മാ ട്രൈ ചെയ്തു. പിന്നെ अच्छा से डांस करेंगे, अच्छा से പാട്ട് പാടേ, പിന്നെ നല്ല അല്ല നല്ലതല്ല അച്ഛാ അച്ഛാ ബഹുത്ത് അച്ഛാ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കോൺസെപ്റ്റിന്റെ ഹിന്ദി എന്താണെന്ന് മാലു നെയ് മുझे മാലു നെയ് അറിഞ്ഞൂടാ. നീ പെണ്ണിനോട് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുന്നേ? ജോജി ഞാൻ അടിച്ച് പിരിഞ്ച് പിരിഞ്ച് പിരിഞ്ച്. ഹിന്ദി 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 തോടാ ആത്ത നെയ് ഭായി. എന്നാ തമിഴ് തമിഴ് ഓക്കെ. நீங்க ரொம்ப நல்லா இருக்கணுங்க. അല്ല നല്ല പാട്ട് പാടണോ, കുയിൽ കുയിൽ കുരൽ அந்த மாதிரி குரல். ஆனா ரொம்ப நல்லா இருக்கணும். கான்செப்ட் வரட்டே. புள்ள குட்டி எல்லாம் பார்த்து ரொம்ப நல்லா என்னை பார்க்கற மாதிரி ஒரு பெண்ணா இருக்கணும். அப்படி இருந்தா എനിക്ക് താനെ ഫുഡ് കഴിക്കാൻ പറ്റും. എന്റെ ചെലവ് കടിച്ച് കൊല്ലത്തില്ല. പിന്നെ നമ്മളെ നാം എവിടെ പോയാലും அவளும் கூட பாரணும். இது தமிழல்ல. அதுக்கு எப்படி அப்படிப்பட்ட பொண்டாட்டின்னு வச்சா நல்ல சாப்பாடு ரொம்ப நல்லா சமைக்க தெரியணும். எனக்கும் தெரியணும். கொஞ்சம் எனக்கு கத்தி கொடுத்தா நானும் சமைக்கும். പിന്നെ പിന്നെ നാം എങ്ക പോനാല അന്ത ജോലി ചെയ്യാൻ പറഞ്ഞല്ല അന്ത ജോലി ചെയ്യാൻ சொன்னா അത് ചെയ്യണം. എന്ത് ജോലി ചെയ്യാൻ ചെന്നാലും அதுக்கு ആപ്റ്റായിരിക്കണം. വെടിവെക്കാൻ പറഞ്ഞാൽ വെടിവെക്കണം, തുടി തുടാ വെടിവെക്കണം, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം, കട്ടെടുത്ത് കുത്താൻ പറഞ്ഞാൽ കുത്തണം. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ തന്നെ. ഇതൊന്നും വിടല്ല കേട്ടോ, ഇതൊക്കെ ചുമ്മാ പറഞ്ഞാൽ അറിയാവുന്നല്ലേ പറയാൻ പറ്റൂ. ശരിക്കും ഓക്കെ, മലയാളത്തിൽ പറയാവോ? ആക്ടിങ് തെറിഞ്ഞോറ് ആരായിരുന്നാ ரொம்ப നല്ലത്. ഇനി സങ്കല്പത്തിലെ ഭാര്യയെ കുറിച്ച് മലയാളത്തിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സങ്കല്പമൊന്നുമില്ല. നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പിന്നെ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പോകുമ്പോ എനിക്ക് ഇതിനൊരു ചാൻസ് കിട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഇതുവരെ അങ്ങനെ ലൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ സെറ്റാക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് ഇന്ത മേഖലയൊക്കെ ഇഷ്ടപിടിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാല് അപ്പോഴേ സെറ്റാക്കുക. അതിനകത്ത് കൂടുതൽ ചോദ്യം പറഞ്ഞു തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്കുള്ളൊരു ചാൻസ് ആണ്. യാർ വേണോ കമന്റ് ഇട്ടോ, ഞാൻ കെട്ടുന്നതായിരിക്കും. ഇനി അടുത്ത സിറ്റുവേഷൻ ഞാൻ പറയും. എപ്പോഴും ചിരിച്ചിട്ടല്ലേ നമ്മൾ കാണുന്നേ അനുബ്രോനെ. അപ്പൊ അല്ല ഞാൻ പറയട്ടെ ഇമോഷണൽ ആയിട്ട് ഒരു സിറ്റുവേഷൻ, അതായത് സിനിമയിൽ ആക്ട് ചെയ്യാൻ പോയി, എന്നിട്ട് ആക്ട് ചെയ്തു. സിനിമ വന്നപ്പോ ആ സീനില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ പറയാ അതിനെ കുറിച്ചിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് പറ. ഐ എം ബി സോറി അളിയ, ഐ എം ബി സോറി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ചിരി വരുന്നു മുഖത്ത്, സീരിയസ് ഇമോഷൻ വരണോ? ഇമോഷനോ? കുറേയേറെ കഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത സീനായിരുന്നു. പക്ഷെ ഞാനത് നോക്കിയപ്പോ അതിനകത്തിൽ ഇല്ലടാ. ഇനി എപ്പോഴാ ഒരു ചാൻസ് കിട്ടുന്നത് പറയും. അതെന്താ അത് കട്ടായി പോയേ? നല്ലതായിട്ട് അഭിനയിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ അഭിനയത്തിൽ കോൺഫിഡൻസ് ഇല്ലേ? എനിക്കില്ല. പറയുന്നുണ്ട് നല്ല കോൺഫിഡൻസ് ആണെന്ന്. സിറ്റുവേഷൻ കളയല്ലേ? ഇല്ലല്ലോ, പറയത്തില്ല. സീരിയസ് ആയിട്ട് അഭിനയിക്കണം. കുഴപ്പമില്ല. ഞാൻ നല്ല നല്ല കണ്ടന്റുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അഭിനയിക്കും. ആക്രാന്ത് അഭിനയിക്കുന്ന ആക്രാന്തമുണ്ട്. അതല്ല എന്റെ സിറ്റുവേഷൻ, ഞാൻ തന്നേക്കുന്ന സിറ്റുവേഷൻ അതാ. സിനിമയിൽ അഭിനയിച്ചു, അത് കട്ടായി പോയി. അപ്പൊ അതിനെ കുറിച്ച് ഒരാളോട് പറയാണ് ഭയങ്കര സങ്കടത്തോടെ. പറഞ്ഞോട് ഈ സീനൊന്ന് മാറ്റി പിടിയാലും പീഡനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ അഭിനയിച്ച് മരിച്ചത്. സംഘടനയൊക്കെ എനിക്ക് ഭയങ്കര പാടുള്ള സ്വന്തമായിട്ടൊരു സിറ്റുവേഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ മതിലി ആടാം, അല്ല മറ്റേ കുളിസിയും പിടിക്കാൻ അല്ല അത് കുളിസി പറഞ്ഞ മമ്മൂട്ടി അതല്ല. അയ്യോ അത് അഭിനയിക്കാൻ ഇനി അത് പറഞ്ഞിട്ട് വേണം ഇനി എന്നെ പിടിച്ചിട്ട്. ഏത് സിറ്റുവേഷൻ എടുക്കുന്നേ? മോഷണം, കക്കാൻ പോന്നെ. ഫേസിൽ എക്സ്പ്രഷൻ മതിയോ അതോ ഡയലോഗും എക്സ്പ്രഷൻ? ഓക്കെ.
ആദ്യമേ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നടക്കണം, അങ്ങനെയൊക്കെ ഇരുന്നൊക്കെ ചെയ്താൽ മതി. ഇരുന്ന് ചെയ്താൽ മതി. മുഖത്ത് കള്ളന്റെ എക്സ്പ്രഷൻ എങ്ങനെ എന്നെ കണ്ടാല് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഇടുന്ന കാര്യമുണ്ടോ? അല്ല വേറെ എന്തെങ്കിലും ഒരു സംഭവം പറയാം. സിറ്റുവേഷനാ. ഞാൻ സിനിമ തന്നില്ലേ, എന്നാലും എനിക്ക് അഭിനയിക്കാൻ പറ്റേണ്ട ഒരു സിറ്റുവേഷൻ തരും. ബ്രേക്കപ്പ് ആയി. അത് എനിക്ക് ഇതുവരെ അങ്ങനെ സിറ്റുവേഷൻ അറിയത്തില്ല. ബ്രേക്കപ്പ് ആയിട്ടില്ല. പറ്റിയ സിറ്റുവേഷൻ റിജക്ഷൻ. മാലിനി നീ അവളോ ഇവളോ അവളോ അഴക്. അല്ല പ്രപ്പോസൽ പോരായോ? ആണോ? ആയിക്കോട്ടെ. ഇത് കണ്ടല്ലോ പറഞ്ഞിട്ട് മനസ്സിലായത് എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാന്ന് പിന്നെ കുത്തി കുത്തി ചോദിക്കുക കൊച്ച്. ഓക്കെ, എന്നാ പ്രപ്പോസൽ. വീട് എവിടെയാണ്? എന്റെയാ? പട്ടാമ്പി. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇരിക്കുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുട്ടിയുടെ മാരേജ് പ്രപ്പോസലൊക്കെ എന്തായി? നോക്കുന്നുണ്ടോ? ഞാൻ ഒരു ഇൻഫ്ലുവൻസറാണ്. എനിക്ക് കുട്ടിയെ മാരേജ് ചെയ്താൽ താല്പര്യമുണ്ട്, മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാനൊന്ന് പ്രപ്പോസ് ചെയ്താൽ എന്തായിരിക്കും കുട്ടിയുടെ അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നമുക്ക് പോയാലോ? മാരേജ് റെഡി ആണെങ്കിൽ പോയാലോ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോയാൽ പോലെ. ഇപ്പൊ ഇവിടെ ഇനി ബ്രേക്കപ്പ് ഞാൻ റിജക്ട് ചെയ്തു. എനിക്ക് താല്പര്യമില്ല. അതെന്തൊരു വർത്താനാണ് ഇത്? നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം? എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടമാണ്. ഇഷ്ടമല്ലെന്ന് പറയാൻ ഒരു എന്തെങ്കിലും ഒരു കാര്യം കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ? വെറുതെ. സീരിയസ്ലി? സാടായല്ലോ. പിന്നെ ഞാൻ എന്ത് തേങ്ങയ്ക്കാണ് ഇത്രയും കയറിയിരുന്നത്, എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും സന്തോഷിപ്പിച്ച് വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഇപ്പൊ ചിരി വന്നില്ലേ? എന്നിട്ട് എന്താണ് ഇഷ്ടപ്പെടാത്തത്? അഭിനയിക്ക്. ഞാൻ അഭിനയിക്കണേയാണ്. നിങ്ങൾക്ക് റിയലായിട്ട് തോന്നിയോ? ഇല്ല, സങ്കടം വരുന്നില്ല. സങ്കടം വരുത്തിയിട്ടാണോ? ബ്രേക്കപ്പ് അല്ലേ? ഓ ശരിയാ, സീനിന്ന് മാറിയായിരുന്നല്ലേ? എന്തായാലും ഇത്രയ്ക്കും ഞാനത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടില്ലേ, ഇത്രയൊക്കെ നിങ്ങളെ തിരിപ്പിച്ചില്ലേ? തിരിച്ചൊരു പ്രണയം തോന്നാം. ഇല്ല, ഉള്ളിന്ന് പറയണോ? ഇനി ഉള്ളിന്ന് പറഞ്ഞിട്ടില്ലേ? എന്താണ് ചിരി വരുന്നത്? റിയലി നാം വന്ന് പ്രപ്പോസ് ചെയ്താൽ ഇഷ്ടപ്പെടത്തില്ല? ഇല്ല. പിന്നെ നിങ്ങളുടെ സങ്കല്പത്തിലെ ഒരു ആളെങ്ങനെ ആയിരിക്കണം? വളരെ സ്ട്രോങ് ആയിട്ട് കണ്ണി നോക്കി പ്രപ്പോസ് ചെയ്യുന്ന ഒരു ആളെയാണോ വേണ്ടേ? ഞാൻ കണ്ണി നോക്കിയല്ലേ ഇത്ര എൻ്റെ കുണ്ടക്കണ്ണം കാണുന്നില്ലയോ നിനക്ക്? ഏത് പേശിട്ടാണ് പല്ല് കേൾക്കണത്? പല്ല് പത്ത വെളിയിലുണ്ടല്ലോ. സീരിയസ് ആണ്. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ പ്രപ്പോസ് ചെയ്യാൻ. അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് പോലും വീഴാഞ്ഞത്. ബ്രേക്കപ്പ് സീൻ പറഞ്ഞപ്പോ ഇത് വേറെന്താണ്ടിരുന്ന് കാണിക്കുന്നത്? ബ്രേക്കപ്പ് സീൻ ആയിരുന്നില്ലേ? ഞാൻ പ്രപ്പോസൽ സീൻ ആക്കിയായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റിജക്ട് ചെയ്ത് പിന്നെ നമ്മൾ കണ്ടന്റിലോട്ട് എത്തി. ഓ ഓക്കെ. അപ്പം താല്പര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചായ കുടിച്ച് പിരിയാം. തൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫീലിംഗ് ആയിട്ടുണ്ടോ? ഉണ്ടോ? കൊള്ളാം. ഓക്കെ, ഇനി ഒരു ഒറ്റ കുസൃതി ചോദ്യമാണ്. പ്രപ്പോസൽ കൊള്ളാട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം? സ്ലിപ്പ് അല്ല, ഐസ്ലാൻഡ് അല്ല. എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം? ചേട്ടന് GK കുറച്ച് കുറവാണല്ലേ? എനിക്ക് അറിയാമായിരുന്നല്ലോ. സ്പെയിൻ അല്ല. ഒരു ക്ലൂ തരുമോ? ക്ലൂ ഇല്ല, 2 അക്ഷരമുള്ളൂ. വാലിന്റെ തലയോ എന്തേലും ഒന്ന് പറഞ്ഞു. എന്നാ പിന്നെ പറഞ്ഞാ പോലെ. കാണുന്നോ വിചാരിക്കുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ലെന്ന്. കുസൃതി ചോദ്യല്ലേ? കുസൃതിയാണെങ്കിൽ ഒരു ഈക്വൽ ഇട്ടിട്ട് പറഞ്ഞാൽ മതി. ഏതൊരു രാജ്യത്തിന്റെ തെന്നി വീഴുന്ന രാജ്യം? അല്ല, സ്ലിപ്പറന്നോ ടിപ്പറന്നോ കേട്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് മൈൻഡ് വരുന്നില്ലടാ. ഗ്രീസ്. ശരിയാണല്ലേ, ഗ്രീസ് ഇട്ടാ തെന്നി വീഴും. റിലേറ്റബിൾ ആണ്. ഇച്ചിരി ടഫായി പോയി പോവാണ്. എന്നാ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
അതെന്താണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് തീർന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഓ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇനി നമുക്ക് കണ്ടന്റിലോട്ട് മടങ്ങി വരാം. കണ്ടന്റിലോട്ട് മടങ്ങി വരാം. ഓക്കെ, ഈ മൂവി റിലേറ്റഡ് ചെയ്യുന്നുണ്ടല്ലോ, മൂവി റിവ്യൂസ് ഒക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് മൂവി റിവ്യൂസും കൂടെ ആഡ് ചെയ്യാനാണോ, അതോ അത് യൂട്യൂബിൽ മാത്രമാണോ? ആക്ച്വലി ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറില്ല. കാരണം യൂട്യൂബിലുള്ളവരൊക്കെ യൂട്യൂബിൽ നിർത്തിയിട്ട് പോവുക. ഈ ഇൻസ്റ്റയിലുള്ളൊരു സാധ്യത, ₹1 പോലും കിട്ടാതിരുന്നിട്ട് ഇൻസ്റ്റയിൽ എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ വന്നിട്ട് വീഡിയോ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റ കുറച്ച് ഫ്ലെക്സിബിളാണ്. കുറച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഇൻസ്റ്റയിൽ നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ കണ്ടന്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റും. കോപ്പിറൈറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ വരത്തില്ല. പിന്നെ ഏണിങ്സ് ഇല്ലെങ്കിലും ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഓടുന്നൊരു സംഭവം. പക്ഷേ യൂട്യൂബ് അപ്ഡേറ്റ് അല്ല. യൂട്യൂബിൽ അപ്ഡേറ്റുകൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതെല്ലാം യൂട്യൂബിനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പണ്ടിടുന്ന ഒരു രീതിയിൽ നമുക്കിപ്പോൾ കൊണ്ടുവന്നിട്ട് യൂട്യൂബിലോട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല. ഒരു 100 പോളിസീസ് ഉണ്ട്, അവരുടെ ഗൈഡ് ലൈൻസും പോളിസീസും അങ്ങനെ ഉണ്ട്. പക്ഷെ അതെല്ലാം യൂട്യൂബിന് നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പിന്നെ അവരുടെ സെർവർ സ്പേസ് അതെല്ലാം ചുമ്മാ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കണ്ടന്റുകൾ എവിടെ വീഴുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരൊക്കെ അതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള എമൗണ്ടും കിട്ടുന്നുമില്ല. അതുകൊണ്ടൊക്കെ യൂട്യൂബ് ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. യൂട്യൂബിൻ്റെ ഫ്യൂച്ചർ എന്താവണമെന്ന് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനനുസരിച്ച് അതിൽ നേരെ കൺവേർട്ട് ചെയ്ത് ഇൻസ്റ്റ ഒരു പ്ലാറ്റ്ഫോം പോലെ അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, ഷോർട്സൊക്കെ വേറെ ലെവലിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാമായിരിക്കും. ഈ മൂവി റിവ്യൂസിൻ്റെ ഐഡിയ ഞാൻ ആക്ച്വലി വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളാണ്. ഞാൻ ചെയ്യാറില്ലെന്നേ ഉള്ളായിരുന്നു. വളരെ സിമ്പിളാണ് അതെല്ലാം. റിയാക്ഷന് നമ്മുടെ സ്വന്തം എന്നെ സംബന്ധിച്ചോളം റിയാക്ഷൻ ചെയ്യുക, മറ്റുള്ളവരുടെ കണ്ടന്റിൽ ഇരുന്ന് ഈ വീഡിയോ ചെയ്യുന്നതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നുന്നത്. സ്വന്തം കണ്ടന്റ് ഇടുമ്പോൾ എനിക്ക് അത്ര ഇതില്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ പബ്ലിക്കിൽ പോയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് ഈ സിമ്പിളായിട്ടുള്ള കാര്യം അത് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വേറൊരാളുടെ വീഡിയോക്ക് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മീൻസ് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റൊരാൾക്ക് ഹെർട്ടാവില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മനസ്സിലായോ? നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻ കറക്റ്റ് ആയിരിക്കണം. എങ്ങാനും ഒരു തുള്ളി ഫേസിലെ എക്സ്പ്രഷൻ മാറിക്കഴിഞ്ഞാൽ അത് അവരെ കളിയാക്കുന്ന രീതിയിലോ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലോട്ടോ മാറിപ്പോകും. അപ്പം മിനിമൽ വേർഡ് കൊണ്ട് നമ്മൾ എത്ര വാക്കുകൾ സംസാരിക്കാൻ ശ്രമിച്ചാലും അതിനെക്കുറിച്ച് ഒന്നീ വിമർശമായിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഞാനിടുന്ന കണ്ടന്റിൽ രണ്ടുമുണ്ട്, വിമർശിക്കാനും പറ്റും, ഇതും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവിടെ സൈലൻ്റ് ആവും. എന്നിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ് ഇടും. അവർ എക്സ്പ്രഷൻ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ പണി പാടും. അങ്ങനെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്ന ടൈം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യും. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും എനിക്ക് തന്നെ തോന്നും, ഇതിട്ട് കഴിഞ്ഞ് ശരിയാവില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ എടുത്ത് കളയും. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മൾ മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുക എന്നുള്ളൊരു പൊതുവെ ഒരു ടോക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വീഡിയോ ബ്രോയുടെ ഫേസ് വന്ന ഒരു നല്ലതായിരിക്കും, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും എന്നെ കൂടുതൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഒരു 10 പേര് പറയുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർ പറയുന്നുണ്ട് ബ്രോയുടെ ഫേസ് വന്നാൽ നല്ലതായിരിക്കും, എനിക്കൊരു മോട്ടീവായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നവരുടെ വീഡിയോസൊക്കെ ഞാൻ കൂടുതലും ചെയ്യാറുണ്ട്. പിന്നെ നെഗറ്റീവ്സിനെ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല, ഞാൻ സൈഡിൽ ചിന്തിക്കാറേ ഇല്ല. കമൻറ്റുകൾ വരും, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇന്ന കമൻറ്റ് കിടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു തെറി എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണരുതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. മീൻസ് അത് എന്നെ വിളിക്കുന്നതായാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തെറി അവിടെ കാണുന്നു. അപ്പം പൊതുസമൂഹത്തിൽ അങ്ങനെ ഇന്നൊരു തെറി പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം നല്ല ആൾക്കാരാണ്, വളരെ നല്ല ആൾക്കാരാണ്. അപ്പോൾ അവർക്കത് അവരും കാണണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കണ്ടന്റ് എടുക്കാറുമില്ല, നെഗറ്റീവ് കണ്ടന്റ് ചെയ്യാൻ എടുക്കാറുമില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പോസിറ്റീവ് രീതിയിൽ പ്രസന്റ് ചെയ്യാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. ഇനി അപ്പോൾ മൂവി റിവ്യൂസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. മൂവി റിവ്യൂസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഇന്റർവ്യൂസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നെക്സ്റ്റ് ലെവലായിട്ട്. അപ്പം അതിനൊക്കെ ഉള്ളൊരു ചെറിയ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സിനിമ പാഷൻ ഉണ്ടോ? സിനിമ പാഷൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റിയലായിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല.
അഭിനയം പക്ഷേ ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ അടിപൊളിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ 1-2 വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് റിപ്ലൈ ഇടുന്നുണ്ട്, എടാ നീ നല്ലവണ്ണമൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതേ എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ ഇതുവരെ ആക്ട് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ചെയ്ത സാധനങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ നാട്ടുകാർ പറയുന്നത്. അപ്പൊ സിനിമയിലോട്ട് നോക്കുന്നുണ്ട്? നോക്കുന്നുണ്ട്. ചാൻസ് കിട്ടിയാൽ ആരായാലും പോകും സിനിമയിൽ. എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും, അഭിനയിക്കുകയും ചെയ്യും. എൻ്റെ സ്കില്ല് പുറത്തെടുക്കാനുള്ളൊരു അവസരമല്ലേ. അപ്പോൾ അത് മാക്സിമം അതിനകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായതുകൊണ്ട് മാക്സിമം എഫേർട്ട് ഇടും അതിന്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും കണ്ടന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എഫേർട്ട് എടുക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടത്ര റീച്ച് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലയോ, ആക്ച്വലി ഞാൻ ഇപ്പം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയാം, ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മളൊരു കണ്ടന്റ് എടുത്ത് നീ ചുമ്മാ അതിരുന്ന് വീഡിയോയുടെ അടിയിൽ ഇരുന്ന് ചിരിക്കുമല്ലയോ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിലേക്കൊന്നും ആ വീഡിയോസ് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ വന്നിരുന്ന് പറയുന്നത്, ബ്രോ വേറെ പണിക്ക് വല്ലതും പോകൂടെ, വീഡിയോ അടി വന്നിരുന്ന സിമ്പിളാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലയോ, ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചെയ്ത മറ്റുള്ള വീഡിയോസൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല? എന്തുകൊണ്ട് എത്തുന്നില്ല? ആ ഒരു സംഭവം അവർ കാണുന്നില്ല. കാണാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം അറിയാത്തത്. അതുപോലെ തന്നെയാണ് നല്ല ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ആരിലേക്കും എത്തുന്നില്ല. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവർക്ക് വ്യൂ കിട്ടും. മീൻസ് അവര് പോസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ വ്യൂ എനിക്ക് വരാറുണ്ട്. അത് ഞാൻ ബിഗിനിങ്ങിൽ തന്നെ ആദ്യമേ ഞാൻ എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ട് തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് കിട്ടാറുണ്ട്. അന്ന് അത് കൂടുതലായിരുന്നു എന്ന് പറയാനുള്ള അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഞാൻ ഇടുന്നത്. മിനിറ്റ് കൊണ്ട് 1 മില്യൺസ് പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. മിനിറ്റ് കൊണ്ട് എനിക്ക് 1 മില്യൺ എന്നൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല. കാരണം 99 മില്യണൊക്കെ അടിച്ചിട്ടുണ്ട് 2 ദിവസം കൊണ്ടൊക്കെ വീഡിയോ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് 1 മില്യൺ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമല്ല. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ടല്ലേ ബ്രോ ചെയ്യുന്നതെന്ന്. ഞാൻ ഒരു ദിവസം 12 വീഡിയോസ് ചെയ്യാറുണ്ട്. എനിക്ക് പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര സക്സസ് ആണ്. ഇപ്പം ഇറങ്ങിയിട്ട് പെറ്റ് ഡിറ്റക്റ്റീവ് മൂവി, അതിനകത്ത് ഞാൻ ബിഗിനിങ്ങിൽ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പയ്യന്മാർ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാള സിനിമയിൽ ഇപ്പം പുതിയതായിട്ട് വരുന്ന പിള്ളേരുടെ എല്ലാം വീഡിയോസ് ഞാൻ അന്ന് റിയാക്ട് ചെയ്തിട്ടുള്ള പിള്ളേരെ. അന്ന് ഞാനത് ചെയ്യുമ്പോൾ എനിക്കറിയാം അവന് ടാലൻ്റ് ഉണ്ട്, അവന് ഒരു കഴിവുള്ളവർ എങ്ങനെയൊക്കെ 10 പേരുടെ മുന്നിൽ അവരുടെ വീഡിയോ ചെല്ലണമെന്ന് ആഗ്രഹിക്കത്തേ ഉള്ളൂ. അതൊന്നും കഴിവില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണ് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരാണ് ഈ വന്നിട്ട് കമൻ്റ് ഇടുന്നത്, വേറെ വല്ല പണിക്കും പോടാന്നുള്ളത്. പക്ഷേ ഇങ്ങനെ എനിക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വേണേൽ മൈൻഡ് ചെയ്യാം. എന്നോടൊപ്പം ഉള്ളവരോ എൻ്റെ കൂട്ടുള്ളവരോ അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിൽ ഫോളോവേഴ്സ് ഉള്ളവരൊക്കെ വന്നിട്ട് എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കേൾക്കാൻ ചെവി കൊടുക്കും. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ താനിപ്പം ജേർണലിസ്റ്റാണ്. അപ്പോൾ ജേർണലിസ്റ്റായിട്ടുള്ള ഒരാൾ, ഒരു സീനിയറായിട്ടുള്ള ഒരാൾ വന്ന് പറയുക നീ ചെയ്യുന്നതിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, നീ തിരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിളാണ്. കാരണം എക്സ്പീരിയൻസ് ഉണ്ട്, എന്താണെന്നുള്ളത് അറിയാം. പക്ഷേ എങ്കിൽ മറ്റൊരാൾ വന്നിട്ട് വെറുതെ ഒരാൾ വന്നിട്ട് പറയുക അത് അങ്ങനല്ല അങ്ങനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാണ് കാരണം ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊന്ന് ഞാൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ച് പഠിച്ച് ചെയ്യുന്നവരുണ്ട്, അല്ല അവർ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തു ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്നില്ല എന്നെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഞാൻ ഒരിടത്തും സ്ഥാപിക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ കൊണ്ടുവന്ന് വെച്ചത് അവനെ അവിടെ എന്നത്. എല്ലാവരും സ്വന്തം കഴിവുകൊണ്ട് കയറി പോകുന്നവരാ. സ്വന്തം കഴിവില്ലാതെ ആരും ഇവിടെ എത്തത്തില്ല. ഞാൻ ഈ 10 ലക്ഷം അല്ല 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഓരോ വീഡിയോയിലും ഇട്ട എഫേർട്ട്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ അവിടെ ഇരിക്കുമായിരിക്കും. ലെൻസ് ദുബായിലിരിക്കുമ്പോഴൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഇത്തിരി ദൂരത്തായിരിക്കും. ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഫോണിൽ ഇവിടെ വീഡിയോ വെച്ചിട്ട് ഞാൻ ആദ്യം പോയി ക്യാമറ ബട്ടൺ ഞെക്കും, ഓണാക്കും. എന്നിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ആ വീഡിയോ കാണും, കണ്ടുകൊണ്ട് റിയാക്ഷൻ ഇടും ക്യാമറ നോക്കിയിട്ട്. എന്നിട്ട് ആ വീഡിയോ ഓഫാക്കാൻ അവിടെ പോയി ക്യാമറ ഓഫാക്കിയിട്ട് ഇവിടെ വന്നിരിക്കും. അങ്ങനെ ആയിരുന്നു ഇത്രയും വീഡിയോ, ഒരു 2000-3000 വീഡിയോകൾ ഞാൻ ചെയ്തത് അങ്ങനെ. പിന്നുള്ള വീഡിയോകൾ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ക്യാമറ അവിടെ ദൂരെ ഇരിക്കും, നമ്മുടെ ഫ്രണ്ട് ഇരിക്കും, സിസ്റ്റത്തിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. എന്നിട്ട് ഓരോ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വിടുന്നത്. ഇത് സിമ്പിൾ പരിപാടിയല്ല. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ടഫായിട്ടുള്ള കാര്യം. നമ്മൾ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട, നമുക്ക് വായിത്തൊന്ന് അങ്ങ് വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ മൂവിയുടെ റിവ്യൂ പറയുന്നു, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, നമുക്കൊന്നും നോക്കണ്ട. അതിലും കുറച്ചുകൂടി ടഫാണ് റിയാക്ഷൻ വീഡിയോസ് നല്ല ടഫാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, വെറുതെ ഇരുന്ന് റിയാക്ട് ചെയ്യുന്നവരുണ്ടാവാം, അവരുടെ കാര്യമല്ല ഞാൻ എൻ്റെ റിയാക്ഷൻ്റെ കാര്യം പറയുന്നത്. ഞാനൊരു വീഡിയോയ്ക്കകത്തിൽ ഏത് പോയിന്റിൽ ചിരിക്കണം, ഏത് പോയിന്റിൽ ഇന്ന ഡയലോഗ് പറയണം, ആ ഡയലോഗ് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. ഇപ്പം നേക്കഡായിട്ടുള്ള ഒരു ഹാഫ് നേക്കഡായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിട്ട് അവിടെ പെർമിഷൻ എടുക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ എടുക്കണം. കൺസേൺ അവളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പൊതുവേ എനിക്ക് ഭാഗ്യമുണ്ട്, എനിക്ക് ഇങ്ങോട്ടാണ് റിക്വസ്റ്റ് വരാറുള്ളത്. ബ്രോ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ റിജക്റ്റ് ഇപ്പോൾ അടുത്തടുത്തായിട്ട് ഒരുപാട് പേര് റിജക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. കാരണം മലയാളീസ് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, ഇതുപോലെ ടോക്ക് ഉണ്ട്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ഭയങ്കര വിഷയമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് കണ്ടൻറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ എന്നോട് വേറൊരു കൂട്ടർ വന്നിട്ട് പറയും, ബ്രോ അങ്ങനെയൊന്നും കറണ്ട് വല്ലതിനൊക്കെ വല്ലതും പറയുന്നതിന് ബ്രോ എന്ത് ചെയ്യാൻ ഈ പൊതുവേ ഉള്ള ടോക്കതാ. ഞാൻ പറയാം, അല്ല ബ്രോ, കുറച്ചൊക്കെ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒതുക്കണം. കാരണം എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് കൊച്ചു പിള്ളേർ കാണുന്നതുകൊണ്ട് കുറേ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ കാണുന്നത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഒന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് കൺട്രോൾ ചെയ്യും, പിന്നെ അഴിച്ചങ്ങ് വിടും. അത് ഒരു മൈൻഡ് സെറ്റിൻ്റെ കൂട്ടാണ്. നമ്മളൊന്നും ചെയ്യാതിരുന്ന് നമുക്ക് തെറിവിളി കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട്, ഞാൻ ഈ കുറ്റം പറയുന്നതനുസരിച്ച് ഞാൻ വീഡിയോയുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. ഹേറ്റേഴ്സ് കൂടുമ്പോൾ വീഡിയോയുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും ഞാൻ. അങ്ങനെ എൻ്റെ ഒരു തിയറി വന്നത്. ഒരു ദിവസം എത്ര വീഡിയോ വെച്ചിട്ടാണ് പ്ലാൻ? ഞാൻ 12 എണ്ണമൊക്കെയാണ് ഇപ്പം, ഞാൻ 5 എണ്ണം ഇടത്തുള്ളൂ. നേരത്തെയൊക്കെ 12 എണ്ണം. ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നീ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ഇതിൽ, അല്ലെങ്കിൽ നീ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം. ബ്ലോക്ക് ചെയ്താലേ എൻ്റെ വീഡിയോ ചെല്ലും അവന്മാർക്ക്. അതിൻ്റെ ഒരു അൽഗുരിതം അങ്ങനെ. അവനിപ്പോൾ ആ വീഡിയോ എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചോ, എന്നാലും അവൻ അവിടെ വീഡിയോ ചെന്നിരിക്കും കൃത്യസമയത്ത്. അങ്ങനെ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ ഇറിറ്റേറ്റ് ആവുന്ന പോകണം, പിന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കരുത്. ആ ഒരു കാണണ്ട, അങ്ങനെ എനിക്കും താല്പര്യമില്ല. ഹേറ്റേഴ്സിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഹേറ്റേഴ്സിനാണെങ്കിൽ സിൻസിയറായിട്ട് അവർ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇത് പറയും. ഇത് അങ്ങനത്തെ ആൾക്കാരല്ല ഈ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇത്രയും ഇത്രയും ആൾക്കാർ ഇത്രയും വീഡിയോസൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കറിയാം എന്താണ് പറയാൻ പറ്റുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്ന്. ഞാൻ അത് അങ്ങനെ പറയുമല്ലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ലെവലിൽ നിന്നിട്ട് ഞാൻ പറയും. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. മേ ബി അങ്ങനെ ആയിരിക്കാനും സാധ്യതയില്ല. ഞാൻ എൻ്റെ എന്താണെന്നുള്ളത് ഞാനും മാക്സിമം ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വിടും. ഇന്ന ആൾക്കാർക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ മാക്സിമം ഞാൻ ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെക്കാറുണ്ട്. എൻ്റെ ഒരു 6000 പേരോളം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇന്ത്യ എന്ന് മാത്രമല്ല, ഫോറിൻ കൺട്രീസ് അങ്ങനെ ഉള്ള ഒരുപാട് പേരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര്. അവർ ഏതൊക്കെ ഭാഷയിൽ തെറി വിളിക്കുന്നത് പോലെ എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോഴേ ഫസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ കാണും, അപ്പൊ അതിന് റിയാക്ഷൻ കൊടുക്കുക വെച്ചാൽ സിമ്പിൾ ആയിരിക്കും. ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് അതിന് ഇന്ന സ്ഥലത്ത് ഇന്ന റിയാക്ഷൻ ഇടണം എന്നുള്ള. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു പിറ്റേ കൊടുക്കുമ്പോ. ആദ്യത്തെ വട്ടം കാണുമ്പോൾ അത് തോന്നാറുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ആണെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കാണുന്നവർക്ക് അത്ര ഫീൽ ആവത്തില്ല. എനിക്ക് തോന്നാറുണ്ട് ആർട്ടിഫിഷ്യൽ അല്ലേ, കുറച്ച് ഓവറല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ ആ ഒരു സാധനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. റിസൾട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ കാണത്തില്ല. ഇപ്പൊ ഒറ്റ സ്ട്രെച്ചിന് ഇപ്പൊ എനിക്ക് അറിയാം എന്താണ് ഇവിടാണ് വെക്കണ്ടേന്ന് അറിയാം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇപ്പൊ ഒറ്റ തവണ കണ്ടിട്ട്. ആദ്യം അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോ പിന്നെ എടുത്തു നോക്കും. കൺഫ്യൂഷൻ വരുന്നതല്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നോണ്ട് ഞാൻ ഈ എക്സ്പ്രഷൻ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷെ എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ സെറ്റ് ആവത്തില്ല. ഈ സിറ്റുവേഷനുമായിട്ട് അത് മാച്ചിങ് ആവത്തില്ല. എങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് കുളമായിരിക്കും ആ സംഭവം. അപ്പം പിന്നെ അതെടുത്തങ്ങ് മാറ്റും. ഞാൻ കണ്ടന്റേ മാറ്റും, മൊത്തത്തിൽ കളയും. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ടൈം ഒക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായി കാണുമല്ലോ. ഫസ്റ്റ് ടൈമിൽ ഞാൻ അങ്ങനത്തെ വലിയ ടഫ് കണ്ടന്റുകളൊന്നും എടുക്കാറില്ലായിരുന്നു. സിമ്പിൾ കണ്ടന്റ്, സിമ്പിൾ പിടിച്ച്. ഇപ്പോഴിപ്പോ ഇച്ചിരി കൂടെ ചിന്തിക്കാൻ പറ്റുന്ന കണ്ടന്റുകളൊക്കെ എടുത്ത് വെക്കും. അതിനകത്ത് 10 ഏത് കണ്ടന്റ് ഇട്ടാലും ഞാൻ ഒന്ന് തോട്ട് ചെയ്യാനുള്ള സംഭവത്തിൽ കൊണ്ടുവന്ന് വെക്കും. ഈ ഇന്റർനാഷണൽ കണ്ടന്റിനാണ് ഏറ്റവും സ്കോപ്പ് ഉള്ളത്, വാല്യൂ ഉള്ളത്. അപ്പൊ ആ രീതിയിലുള്ള കണ്ടന്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യൂ പോകുന്ന പെട്ടെന്നായിരിക്കും, മില്യണാ വ്യൂ. പിന്നെ ഞാൻ മടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചറും ആ ഒരു സംഭവമൊക്കെ പിടിച്ചിട്ട് മാക്സിമം നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല, ഒരുത്തരും നന്ദിയില്ല.
മനസ്സിലായോ? അങ്ങനെ നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ വന്ന വഴി മറക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്രത്തോളം എഫേർട്ട് ഇട്ട് ഇത് എടുക്കുന്നില്ല. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യുന്നത് നമ്മളങ്ങ് പോകുന്ന ഒരിക്കലും അങ്ങ് പൊക്കോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ക്രിയേഷൻ അല്ലെങ്കിലും വേറെ ജോലി എന്തായാലും കഴിയും. പണി നല്ലവണ്ണം അറിയാം, എല്ലാ പണി അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. എനിക്കിപ്പോൾ ആണെങ്കിലും ഇതിനകത്ത് നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് KSEBയിലോ അങ്ങനെയുള്ള ടോപ്പ് കമ്പനികളിൽ ജോലിക്ക് കയറാൻ പറ്റും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവിടുത്തെ. ഇവിടുത്തെ എന്നല്ല, എനിക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയാലും സിമ്പിളായിട്ട് ജോലിക്ക് ഒരു പാടുമില്ല. എബോവ് 1 lakhൽ എനിക്ക് ജോലി കിട്ടും. പിന്നെ ടെലികോം ടെക്നീഷ്യനാണ്, ടെലികോം എഞ്ചിനീയറാണ്. എനിക്ക് അത്യാവശ്യം എൻ്റെ എല്ലാ ബ്രാൻഡിൻ്റെയും ഇതുണ്ട്, മീൻസ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻ ഓരോ ബ്രാൻഡിനും ഉണ്ടല്ലോ. ഓപ്പോ, വിവോ, പിന്നെ സാംസങ് അങ്ങനെയുള്ള കമ്പനികളെല്ലാം ഇത് ചെയ്തിട്ടുള്ള എൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഷോറൂമിൽ കയറിയിരുന്നാലും എൻ്റെ കാര്യം നടന്നു പോകും, ടെക്നീഷ്യൻ ആയതുകൊണ്ട്. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനും അറിയാം, എവിടെ കിട്ടും സ്പെയർ, എത്ര രൂപയ്ക്ക് കിട്ടും സ്പെയർ, എന്ത് ചെയ്യണം. ഐഫോൺ ആണെങ്കിൽ ഐഫോൺ എന്താ റിപ്പയറിങ്ങും അറിയാം. അതുകൊണ്ട് ഇലക്ട്രിക്കലിൻ്റെ റിപ്പയറിങ്ങും അറിയാം. ഞാൻ 7ാം ക്ലാസ്സിൽ തൊട്ട് TV നന്നാക്കാനും ഈ ഇലക്ട്രിക്കൽ ഫാൻ നന്നാക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നാലും എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം വിട്ടിട്ട് നമ്മുടെ ഒരു പാഷൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. മോഡലിംഗ് ഫീൽഡിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? ഞാൻ ഈ അന്യ സിനിമ കാണുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് മോഡലിംഗ് തലയിൽ കയറുന്നത്. മോഡലിംഗ് ഫീൽഡിലോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഈ വിക്രമണൻ റാമ്പ് ചെയ്യുന്നത് കണ്ട് മറ്റേ റാംബോ ക്രൂമോ ഇല്ലേ, അത് കണ്ട് ഭ്രാന്ത് പിടിച്ചതാണ്. പക്ഷെ എനിക്ക് ഇതിനൊരു സ്കോപ്പ് എവിടെയും കിട്ടിയില്ല. ഇതുപോലെ ഞാൻ ഒരു പബ്ലിക്കിലൊരു പരിപാടി ചെയ്യാൻ പോയി, മാവേലിയുടെ വേഷം കിട്ടിയ പബ്ലിക്കിലൊരു പരിപാടി ചെയ്യാൻ പോയി. അപ്പം ഒരു കമ്പനിയുടെ CEO പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് എന്നോട് ചോദിച്ചു, പോരുന്ന എൻ്റെ കൂടെ? അപ്പം ഞാൻ പറഞ്ഞു, പോരുന്നു. എന്താണ് പരിപാടി? നീ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് മാനേജർ അല്ല ബ്രാൻഡ് മോഡലാ. ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഇപ്പം തന്നെ റെഡി. അങ്ങനെ അവൻ്റെ കൂടെ കയറി. അവന് ഇപ്പം ഞാൻ ഏതാണ്ട് 7 ഷോ എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. 7 വട്ടമെങ്കിലും റാമ്പിൽ കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇപ്പം ഞാൻ ആ കമ്പനിയുടെ ബ്രാൻഡ് മോഡലാണ്. അത് കഴിഞ്ഞിപ്പം മലപ്പുറത്ത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇവന്റ്. അപ്പം അതിൽ ഞാനായിരുന്നു ഗസ്റ്റായിട്ട് പോയത്. അവിടെ അടിപൊളിയായിരുന്നു. ഇന്റർനാഷണൽ മോഡൽസിന് എൻ്റെ കയ്യിൽ നിന്ന് ഗപ്പ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അതാണ്. അത് കൊള്ളാം. ഇനിയപ്പോ മോഡലിംഗ് ഫീൽഡിലും കൂടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാനാണ്. മോഡലിംഗ് ഫീൽഡിൽ ഫോക്കസ് ചെയ്യാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വേണേൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നിനും കൈവച്ചിട്ടില്ല. എല്ലാം അതിൻ്റെതായ സമയത്ത് അങ്ങനെ മാൻഡറി ആണെന്ന് തോന്നിയ എല്ലാം നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും എന്താവാനാണ് ആഗ്രഹം? ഒരു ഡ്രീം എന്താ? ഡ്രീം ആക്ച്വലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിൽക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് സോഷ്യൽ മീഡിയ പിന്നെ ഈ ടെക്നോളജിക്കകത്ത് അനുസരിച്ച് ഇങ്ങനെ വളർന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മളവിടെ നമ്മൾ ഇത്രയും പേരുള്ളിടത്ത് നമ്മളൊരു ഐഡന്റിറ്റി, നമ്മുടെ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ നിന്ന് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. റീച്ച് ആവണം. റീച്ച് അത് തന്നെ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ അറിയത്തില്ലേ ഉണ്ണിക്കണ്ണമ്മങ്ങളുടെ പുള്ളി വന്ന എങ്ങനെയാ, പുള്ളിക്കകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞു വരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവും. എന്ത് പ്രശ്നം വന്നാലും എന്ത് വന്നാലും തളരാതെ പുഞ്ചിരിയോടെ നേരിടുക എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അത് ആരോട് പറഞ്ഞാലും ആർക്കും അറിയാം. സ്വന്തം സെൽഫ് ബ്രാൻഡിങ് ആണ് പുള്ളി. അതേപോലെ എനിക്ക് സെൽഫ് ബ്രാൻഡിങ് ചെയ്ത് കയറി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളെ മാൻഡറി ആവണം, എവിടെ എടുത്താലും നമ്മളത് ഒരു പാർട്ടാവണം. മറ്റേ ഉപ്പില്ലാത്ത കർപ്പൂരം ആവരുത്, അങ്ങനെ ഇത് ചുക്കില്ലാത്ത കഷായം എന്ന് പറയുന്ന പോലെ ഒരു ചുക്കാവണം എല്ലാത്തിനകത്തില്. അതെ, അഭിനയം എടുത്താൽ അതിനകത്ത് കാണണം. പിന്നെ മറ്റേ ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡ് എടുത്താൽ അതിനകത്തിലും കാണണം. പിന്നെ ഗെയിമിംഗ് എടുത്താൽ അതിനകത്ത് കാണണം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മളെല്ലാ മേഖലയും കൈവെക്കണം പോയി, അത്രേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? പിന്നെ ഇതുപോലൊരു കമ്പനി തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. എന്തിന്റെ കമ്പനി തുടങ്ങണ്ടേ? മീഡിയ കമ്പനി പോലെ. കാരണം ഞാനിപ്പം ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ആർക്കും പ്രൊമോഷനായിട്ട് അങ്ങനെ ഇത് ചെയ്യാൻ മനസ്സിലാവത്തില്ല. അമേരിക്ക, പിന്നെ ജർമ്മനി, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള മിക്കവാറുള്ള എല്ലാ ഫോറിൻ കൺട്രീസിൽ നിന്നും പല രീതിയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല കണ്ടന്റുകൾ. അപ്പം അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ബ്രാൻഡിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു ബ്രാൻഡായിട്ട് വളരണമെന്നുണ്ട്. വലിയ വലിയ കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കണം. കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു
ഒരു സെറ്റപ്പ് ആവണം. ഒരു സെറ്റപ്പ് ആവണം. ഓക്കെ, കൊള്ളാം. ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഇതിന് സപ്പോർട്ടല്ലേ? ആദ്യം ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, പുള്ളി വഴിയാണോ അപ്പോ ശരിക്കും ഫീൽഡിലോട്ട് ഇറങ്ങി തിരിച്ചു? അവനാണ് എന്നെ ആദ്യമേ ക്യാമറയുടെ ഫ്രണ്ട് പിടിച്ചു നിർത്തുന്നത്. ഒരു ട്രൈപ്പോ എടുത്തിട്ടെന്ന് പറഞ്ഞു, ഇതൊന്ന് അൺബോക്സ് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ അൺബോക്സ് ചെയ്ത് അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് വന്നേ. സംഭവം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഈ കാലത്തിനനുസരിച്ച് മോഡുലേറ്റ് ചെയ്ത് സക്സസ് ആയത് ഇവിടെ വന്നപ്പോഴാണ്. അപ്പൊ മൊത്തത്തിൽ ലൈഫ് അപ്പൊ അങ്ങോട്ട് കളറായിട്ട് പോണ് തന്നെ. കളറായിട്ട് പോകുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളാരെയും കുറ്റം പറഞ്ഞ് നമ്മളാരെയും നെഗറ്റീവ് അടിച്ച് അവിടെ അന്തിച്ചർച്ച നടത്തിയിട്ട് അങ്ങനെയുള്ള സെറ്റപ്പിലുള്ള ഒരു ഇതല്ല നമ്മുടെ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോയില്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആവും. നമ്മൾ മൈൻഡ് ഇങ്ങനെ നമ്മൾ ശാന്തമായിട്ടിരിക്കുക. നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തുഴഞ്ഞ് ഇങ്ങനെ പോകും. പക്ഷേ ഒഴുക്കിച്ചിരി കൂടുതലായിരിക്കും സൈഡിൽ. കയറാൻ ഇച്ചിരി താമസം എടുക്കുന്നേ ഉള്ളൂ. കുഴപ്പമില്ല. സ്ലോ ഗ്രോത്ത് ആണ് ഏറ്റവും നല്ലത്. ബേസ് ഉണ്ടാവും നല്ല സ്ലോ ഗ്രോത്തിന്. ഇപ്പൊ എന്തായാലും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും അംഗീകരിച്ചല്ലോ. വലിയ കുഴപ്പമില്ലെന്നേ. അതൊന്നും പറയാക്കില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ജോലിക്ക് പോകണം എന്ന് പറയുന്ന വിഷയമൊന്നുമില്ലല്ലോ. അതൊന്നും ഇല്ല ഇപ്പൊ. അത് കാരണം സെറ്റായി. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രീം പോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പൊളിക്കാം. പൊളിക്കണം. ഓൾ ദ ബെസ്റ്റ്.